ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തലേന്ന് മാവ് അരച്ച് വയ്ക്കുകയോ അതേപോലെ തന്നെ അരി കുതിർക്കുകയോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന നല്ല എളുപ്പത്തിലുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ദോശന്നോ അപ്പന്നോ എന്ത് വേണമെങ്കിലും പറയും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കൂടെ തന്നെ വീഡിയോക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. നമുക്കപ്പോൾ കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ കിടിലൻ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ എടുക്കുക. എന്നാലാണ് എല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവുള്ളൂ. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതിയാവും. ബാക്കിയുള്ള എല്ലാ ചേരുവകളും ആ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുത്താൽ മതി. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഇരട്ടി, അതായത് 1 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ തന്നെ കവർ പാൽ തന്നെ, അത് മതിയാവും. അപ്പോൾ 1/2 കപ്പ് വെള്ളം, 1 കപ്പ് പാല്, കൂടെ തന്നെ ഒരു മുട്ടയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന് ശരിക്കുള്ള ടേസ്റ്റ് തന്നെ നമുക്ക് ആ ദോശ കിട്ടുന്നത് കേട്ടോ. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ഓയിലും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വേണ്ട, ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ചൊരു മധുരം മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊടിയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ കേട്ടോ. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പാലെടുത്ത അതേ കപ്പിന് തന്നെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ ആദ്യമേ 1 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ട് ആ പാലുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം ബാക്കി 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ 1.5 കപ്പ് അങ്ങനെ തന്നെ ഇടണ്ട, ഒന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയൊന്നുമില്ലാതെ ഈ ഒരു പാകത്തിന് ശരിക്കും നല്ല കറക്റ്റായിട്ടുള്ള അളവിന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരുപാട് കട്ടിയില്ല, എന്നാൽ നല്ല ലൂസും ഇല്ലാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി പൊട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കും, അതിന് വേണ്ടിയിട്ടാട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരുപാട് കനമൊന്നുമില്ലാതെ തീരെ കനം കുറച്ച് നല്ല നൈസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്യാരറ്റും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ മൈദ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതേ അളവിന് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് നേരെ ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അവിടെ പാനൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ചൂടായ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് പറ്റി കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായിട്ട് അപ്പം പോലെ ഇങ്ങ് ചുട്ടെടുത്താൽ മാത്രം മതിയാവും. ഒട്ടും തന്നെ കനമില്ലാതെ നൈസായിട്ടങ്ങ് പരത്തി എടുക്കുവാണെങ്കിൽ നന്നായിട്ട് നൈസായിട്ടുള്ള നമ്മുടെ ദോശ നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കനത്തിൽ, ഒരുപാട് കനത്തിലൊന്നും ആയിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തീരെ കനം കുറച്ചിട്ടാട്ടോ പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നടുഭാഗം മാത്രം കുറച്ചൊരു കനത്തിലിരിക്കുന്നുണ്ട്. സൈഡൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ മേൽഭാഗത്തിലും അതേപോലെ തന്നെ കുറച്ച് എണ്ണയൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലല്ലേ വെക്കുന്നത്, അതേപോലെ വെച്ചാൽ മതി. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 വശം നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ മേൽഭാഗമൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് മൊരിഞ്ഞ് വരും. അതാണ് കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത്. അങ്ങനെ റെഡിയാക്കി കഴിയുമ്പോൾ എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാ അപ്പവും ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഓരോ മാവും ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ ഒന്ന് പറ്റി കൊടുക്കാനായിട്ട് മറന്നു പോകരുതേ. ഇനിയിപ്പോൾ നമ്മുടെ ഓയിലിന് പകരം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങ് ചുറ്റിച്ചെടുത്ത് നല്ല സൈഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് മുരുമുരാന്നിരിക്കുന്ന രീതിയിൽ ഇങ്ങ് എടുക്കുക. കണ്ടോ, ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിയുമ്പോൾ ഇങ്ങ് മറിച്ചിട്ട് നമുക്ക് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അങ്ങനെ നമ്മളിവിടെ മുഴുവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെടുത്തത് ഏകദേശം ഒരു 1.5 കപ്പ് മൈദയാണ്. അതിൽ നിന്ന് ഒരു 10-12 എണ്ണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചുട്ടെടുക്കുന്ന അപ്പത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എണ്ണത്തിൻ്റെ കാര്യത്തിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഇപ്പം നമ്മൾ മൈദ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് എപ്പോഴും മടിയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. മാത്രമല്ല കറികളൊന്നും വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കഴിക്കുമ്പോൾ ചെറു ചൂടോടെ പഞ്ചസാര ചേർത്ത് കഴിച്ചാലും മതിയാവും. അല്ലാതെ ഒരുപാട് അങ്ങനെ കറികൾ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞിയുള്ള നമ്മുടെ ദോശയാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. എല്ലാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന റെസിപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.